യുഎസ് മാർക്കറ്റുകൾ ഇന്നലെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസും എസ്&പി 500ഉം നാസ്ഡാക്കും ഏതാണ്ട് 0.5% മുകളിലാണ് ക്ലോസ് ചെയ്തത്. എസ്&പി 500ഉം നാസ്ഡാക്കും ഓൾ ടൈം ഹൈ കട്ട് ചെയ്താണ് പോകുന്നത്. അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് കൂടുതലും ഇപ്പോൾ വരുന്നത്. അമേരിക്ക ട്രംപ് തന്നെ തുടങ്ങി വെച്ച താരിഫുകളിൽ നിന്ന് അതിന് തന്നെ സമവായത്തിലെത്തിക്കാൻ ട്രംപ് തന്നെ മുൻകൈ എടുക്കുന്നതാണ് പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ്. കാനഡയുമായിട്ടും ഇന്ത്യയുമായിട്ടും ഉള്ള ചർച്ചകൾ നടക്കുന്നു. പക്ഷേ പല രീതിയിലും സമവായത്തിലെത്തിയില്ല. അമേരിക്കയിൽ നിന്ന് പോസിറ്റീവ് ന്യൂസുകളാണ് വരുന്നെങ്കിൽ പോലും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അത്ര പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളല്ല വരുന്നത്. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതിക്കൊക്കെ നേരിടുന്ന കാര്യത്തെപ്പറ്റി സമവായമായില്ല എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. അത് കൂടാതെ തന്നെ അമേരിക്കയിലെ രണ്ടാം പാദത്തിലെ റിസൾട്ട്, അതായത് ഏപ്രിൽ ജൂൺ റിസൾട്ട് വരുന്നത് കൂടുതൽ കമ്പനികൾ ലാഭക്ഷമത ഉണ്ടാവും എന്നുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത്. ഇത് അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. അതുപോലെ തന്നെ കാനഡ ഡിജിറ്റൽ സർവീസ് ടാക്സ് പിൻവലിച്ചത് ടെക് ഓഹരികളെ അമേരിക്കയിൽ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സൂപ്പർ ലാബുകൾ തുടങ്ങുന്നു എന്ന തരത്തിൽ മാർക്ക് സുക്കൻബർഗ് പ്രഖ്യാപിച്ചത് മെറ്റോ പൊതുവെ പോസിറ്റീവായി ക്ലോസ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രംപിന്റെ നികുതി ബില്ലിനെ സംബന്ധിച്ച് വീണ്ടും എലോൺ മസ്ക് വിമർശനം ഉയർത്തിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ന്യൂസ്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 4 ദിവസത്തെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗിന് ശേഷം ഇന്നലെ മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. ഏതാണ്ട് 0.5% മൈനസ് ആയിട്ടാണ് നിഫ്റ്റിയും സെൻസെക്സും ക്ലോസ് ചെയ്തത്. 83,600 മുകളിൽ സെൻസെക്സും 25,500 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായതിന് അല്പം പോസിറ്റീവാണ്. പി എസ് യു ബാങ്ക്സ് ആണ് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്തത്. 2.25% പെർഫോം ചെയ്തു. അതുപോലെ തന്നെ നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഐ ടി, മീഡിയ, എനർജി എന്നീ സ്റ്റോക്കുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് 0.5% ഉയർന്നിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനങ്ങളോട് IPO വഴിയോ അല്ലെങ്കിൽ ഓഹരി വിൽപ്പനയിലൂടെയോ തങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങളിലെ ഓഹരികൾ വിറ്റ് കൂടുതൽ തുക സമാഹരിക്കാനായിട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഫിനാൻഷ്യൽ മിനിസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ഇത് പൊതുമേഖലാ ബാങ്കുകളെ പൊതുവെ ഉയർത്തിയിട്ടുണ്ട്. ഇവർക്ക് കൂടുതൽ പണം സമാഹരിക്കാനും അതാത് മേഖലയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാനും ഇതുകൊണ്ട് സാധിക്കും. ഇത് പൊതുമേഖലാ ബാങ്കുകൾക്ക് വളരെയധികം പോസിറ്റീവായി. ഇന്നലെ അത് അതിന്റെ പ്രൈസിനകത്ത് കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ കടം കൂടുന്നു, അതായത് 10% അടുത്ത് കടം വർദ്ധിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. ഇന്നലെ വന്ന IIP ഡേറ്റ മോശമാണ്. IIP ഡേറ്റ കുറഞ്ഞു. അതുപോലെ ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയും കുറഞ്ഞിട്ടുണ്ട്. ഇത് അടുത്ത വരുന്ന GDP ഒരുപക്ഷെ ബാധിക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ എഫാൻഡോ പൊസിഷൻ നോക്കുകയാണെങ്കിൽ FIs ബെയറിഷ് ആയിട്ടാണ്, അതുപോലെ പ്രോ ബുള്ളിഷ് ആയിട്ടാണ്, ക്ലൈന്റ് ബുള്ളിഷ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓപ്ഷൻസിൽ. അതുപോലെ ഫ്യൂച്ചേഴ്സിൽ FIs ഷോർട്ടാണ്, ക്ലൈന്റ് ലോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇവരെല്ലാം ഷോർട്ട് പൊസിഷൻ കൂടുതൽ കൂട്ടിയതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പോൾ ചെറിയൊരു നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിൽ പൊതുവെ ഉണ്ട്. കാരണം ഈ ചർച്ചകൾ നടക്കുന്നത് ഒരിക്കലും സമവായത്തിൽ എത്തിയിട്ടില്ല. അതുപോലെ ജൂലൈ 9 നീട്ടിയേക്കാം എന്നുള്ളൊരു ധാരണയും വരുന്നുണ്ട്. അത് ചർച്ചകൾ അത്ര തീരുമാനമാവാത്ത മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവാണ്. ക്രൂഡ് ഓയിലിന്റെ വില താഴുന്ന ഒരു പോസിറ്റീവാണ്. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.